സിപിഎമ്മിനെതിരെ ഗുരുതര ആരോപണവുമായി കൂത്താട്ടുകുളത്തെ എൽഡിഎഫ് കൗൺസിലർ കല രാജു. തന്നെ തട്ടിക്കൊണ്ടുപോയെന്നും നേതാക്കൾ വസ്ത്രം വലിച്ചൂരാൻ ശ്രമിച്ചെന്നും കല പറഞ്ഞു. അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് കല വിട്ടുനിൽക്കുകയാണ് ചെയ്തതെന്നാണ് സിപിഎമ്മിന്റെ വിശദീകരണം. കലയുടെ മകളുടെ പരാതിയിൽ സിപിഎം ഏരിയ സെക്രട്ടറി അടക്കം 45 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കൂത്താട്ടുകുളം നഗരസഭയിൽ LDF ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടുമുമ്പായിരുന്നു നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. UDF കൗൺസിലർക്കൊപ്പമെത്തിയ കലയെ നഗരസഭയ്ക്ക് മുന്നിൽ വെച്ച് CPM നേതാക്കൾ കടത്തിക്കൊണ്ടുപോയി. മണിക്കൂറുകൾക്ക് ശേഷം CPM ഓഫീസിൽ നിന്ന് കല പുറത്തേക്ക്. പിന്നാലെ CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണവും. അവര് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അവസരത്തിൽ തന്നെ ആളുകൾ വളയുകയും ആക്രോശിച്ചുകൊണ്ട് നമ്മുടെ വസ്ത്രം വരെ വലിച്ചു പറിച്ച് എടുത്ത് നമ്മളെ പൊതുജന മധ്യത്തിൽ അതുപോലെ ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. വണ്ടിയിലേക്ക് എറിയുടെ വണ്ടിയിലേക്ക് അങ്ങനെയെല്ലാം ആക്രോശിച്ചുകൊണ്ടാണ് ഈ സംഭവം മുഴുവൻ നടന്നത്. കലയെ തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി പറഞ്ഞു. വിട്ടുനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി, LDFന്റെ പോളിസി. ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കുക എന്ന മനോഭാവത്തോടു കൂടി UDF രാവിലെ ഇവിടെ ഉണ്ടാക്കിയ സംഘർഷമാണ്. കലയെ കടത്തിക്കൊണ്ടുപോയപ്പോൾ പോലീസ് നോക്കൂത്തിയായി നിന്നെന്ന് UDF ആരോപിച്ചു. ഒരു സ്ത്രീയെ, അവർ കൗൺസിലറാണെന്നുള്ള ഒരു സ്ത്രീയെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയിട്ട് ഇവിടുത്തെ പോലീസ് എന്ത് ചെയ്യുകയാണ്? അവിശ്വാസ പ്രമേയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് UDF തീരുമാനം. ഇടുക്കി ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കൊച്ചി.